ഹായ് ഓൾ, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. സം ഓഫ് ക്രൈറ്റീരിയ ഫോർ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾ. ഇപ്പം നമ്മൾ 3 ടൈപ്പിലുള്ള കോൺഗ്രുവൻസി റൂൾ പഠിച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? SSSഉം RHSഉം. SSS റൂൾ എന്താ? തിയറം. SSS റൂൾ എന്ന് പറഞ്ഞാൽ ഇഫ് 3 sides of one triangle are equal to the 3 sides of another triangle, then the 2 triangles are congruent. 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡ്, ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് മറ്റേ ട്രയാങ്കിളിൻ്റെ 3 സൈഡുമായിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ആ 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്നാണ് പറയുക. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ബൈ കൺസ്ട്രക്ഷൻ തന്നെ ആണ് ഇതിൻ്റെ പ്രൂഫ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും പഠിക്കുന്നില്ല. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. RHS കോൺഗ്രുവൻസി റൂളാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. RHS കോൺഗ്രുവൻസി റൂൾ എന്താ? ഇഫ് ഇൻ 2 റൈറ്റ് ട്രയാങ്കിൾസ് the hypotenuse and one side of one triangle are equal to the hypotenuse and one side of the other triangle, then the 2 triangles are congruent. നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസ് തന്നിട്ട് അതിൻ്റെ ഹൈപ്പോട്യൂസും ഒരു സൈഡും ഈക്വൽ ആണ്. എന്തിൻ്റെ? വേറെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്യൂസും ഒരു സൈഡുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. AB is a line segment. P and Q are points on opposite sides of AB such that each of them is equidistant from the points A and B. Show that the line PQ is the perpendicular bisector of AB. എന്താ പറഞ്ഞത്? AB പറഞ്ഞ ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട്. പിയും ക്യൂയും തന്നിട്ടുണ്ട്. എങ്ങനെയാ? ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ബി. എബിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പിയും ക്യൂയും തന്നിട്ടുണ്ട്. അതെങ്ങനെയാ തന്നിട്ടുള്ളത്? പി പറയുന്ന പോയിന്റ് എനോടും ബിനോടും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കുന്നുണ്ട്. എനോടും ബിനോടും ഈക്വൽ ഡിസ്റ്റൻസ്. അതേപോലെ ക്യൂ എന്ന് പറഞ്ഞാൽ എനോടും ബിനോടും വേറെ ലെങ്ത്തിൽ ഈക്വൽ, വേറെ ലെങ്ത്തിലോ അത് അല്ലെങ്കിൽ സെയിം ലെങ്ത്തിലോ, അത് നമ്മളോട് പറഞ്ഞിട്ടില്ല സെയിം ലെങ്ത് ആണെന്ന്. അതുകൊണ്ട് നമ്മൾ വേറെ ലെങ്ത്തിൽ എനോട് ബിനോട് ഈക്വൽ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണേണ്ടത്? ഷോ ദാറ്റ് ദ ലൈൻ PQ is the perpendicular bisector of AB. PQ എന്ന് പറയുന്നത് AB-ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? PQ എന്ന് പറയുന്നത് നമുക്ക് AB-ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം കൺസിഡർ ട്രയാങ്കിൾ PAQ ആൻഡ് ട്രയാങ്കിൾ PBQ. ഏതൊക്കെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത്? PAQയും PBQയും പറഞ്ഞ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിലെന്തൊക്കെയാ? PA ഈക്വൽ ടു PB എന്ന് പറയാം. തന്നിട്ടുണ്ട്. PA ഈക്വൽ ടു PB ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അടുത്തെന്ത് പറയാം? AQ ഈക്വൽ ടു BQ ആണെന്ന് തന്നിട്ടുണ്ട്. ആ 2 തന്നിട്ടുണ്ട്. അടുത്തെന്ത് പറയാം? PQ ഈക്വൽ ടു PQ എന്ന് പറയാം. PQ ഈക്വൽ ടു PQ എന്താ? കാരണം 2 ട്രയാങ്കിളിലും കോമൺ സൈഡാണ്. കോമൺ സൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ PAQ കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ PBQ. കാരണം SSS തിയറം. 3 sides of first triangle equal to 3 sides of second triangle. അതുകൊണ്ട് ട്രയാങ്കിൾ PAQ is congruent to triangle PBQ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ ഏതെടുക്കാം? കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ PAC ആൻഡ് ട്രയാങ്കിൾ PBC. കൺസിഡർ ട്രയാങ്കിൾ PAC ആൻഡ് ട്രയാങ്കിൾ PBC. PAC എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും PBC എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും PC കോമൺ ആണ്. PC ഈക്വൽ ടു PC, കോമൺ സൈഡ്. അടുത്തെന്താ? PA ഈക്വൽ ടു PB തന്നിട്ടുണ്ട്. PA ഈക്വൽ ടു PB ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അടുത്തത് ഇക്വേഷനിൽ ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ BPQ ആണ് കിട്ടിയിട്ടുണ്ട്. CPCT വെച്ചിട്ട്. ഇത് നമ്മൾ ഇവിടെ എഴുതേണ്ടിയായിരുന്നു, അവിടെ എഴുതേണ്ടിയായിരുന്നു. അത് നമ്മൾ ഇവിടെ എഴുതി. APQ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ APQ എന്ന് പറഞ്ഞാൽ APCയും ആംഗിൾ ഈക്വൽ ആണ്. ആംഗിൾ BPC ആംഗിൾ. അപ്പം നമുക്ക് ഇവിടുത്തെ ഇത് കിട്ടി. അപ്പം 2 സൈഡും കിട്ടി, അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും കിട്ടി. അപ്പം നമുക്ക് എന്ത് എഴുതാം? SAS കോൺഗ്രുവൻസി വെച്ചിട്ട് ട്രയാങ്കിൾ APAC കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ PBC എന്ന് എഴുതാം. SAS റൂൾ.
സേസ് റൂൾ വെച്ചിട്ട് അത് കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞു. അത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ സി ഈക്വൽ ടു ബി സി എന്ന് എഴുതിക്കൂടെ? എ സി ഈക്വൽ ടു ബി സി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. അതേപോലെ ആംഗിൾ എ സി പി ഈക്വൽ ടു ആംഗിൾ ബി സി പി എന്നും പറയാം. ഓക്കെ, അത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് വേറെ ഒരു കാര്യം അറിയാം. ആംഗിൾ എ സി പി പ്ലസ് ആംഗിൾ ബി സി പി എന്താണ്? 180 ആണെന്ന് അറിയാം. കാരണം ഇത് രണ്ടും കൂടി ലീനിയർ പെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ട് ഈക്വലും ആണ്. അത് രണ്ടും കൂടി ലീനിയർ പെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 ഇൻറ്റു ആംഗിൾ എ സി പി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ എ സി പി എത്ര ആയിരിക്കും? ആംഗിൾ എ സി പി എന്ന് പറഞ്ഞാൽ 180/2 ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ബൈസെക്ടറാന്നുകളെ കിട്ടി. എ സി ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞാൽ ബൈസെക്ടറാന്ന് കിട്ടി. അത് പെർപെൻഡിക്കുലർ ബൈസെക്ടറാന്ന് എങ്ങനെ കിട്ടി? എ സി പി ഈക്വൽ ടു 90 ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് അത് പെർപെൻഡിക്കുലർ ബൈസെക്ടറാന്ന് പറയാം. അപ്പൊ ലൈൻ പി ക്യു ഇസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി എന്ന് എഴുതാം. ഇപ്പൊ ചെയ്ത പ്രോബ്ലം നമുക്ക് കോൺഗ്രുവൻസി ഇല്ലാതെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഫസ്റ്റ് കോൺഗ്രുവൻസി പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മളുടെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കോൺഗ്രുവൻസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. P is a point equidistant from two lines L and M intersecting at point A. Show that the line AP bisects the angle between them. എന്താ പറയുന്നത്? P is a point equidistant from two lines L and M. L-ന്റെ M നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്നത്. ഷോ ദാറ്റ് ദ ലൈൻ AP bisects the angle between them. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ലെറ്റ് പി ബി പെർപെൻഡിക്കുലർ ടു എ എൽ എന്ന് പറയാം. പി ബി പെർപെൻഡിക്കുലർ ടു എല്ലും പി സി പെർപെൻഡിക്കുലർ ടു എമ്മും ആണെങ്കിൽ എല്ലും എമ്മും ആണെന്ന് നമ്മൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കൺസിഡർ ട്രയാങ്കിൾ പി എ ബിയും ട്രയാങ്കിൾ പി എ സിയും. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ആംഗിൾ പി ബി എ ഈക്വൽ ടു ആംഗിൾ പി ബി സി അല്ല പി സി ബി. പി ബി എ ഈക്വൽ ടു ആംഗിൾ പി സി എ ഈക്വൽ ടു 90 ഡിഗ്രി. അത് നമുക്ക് കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ഗിവൺ ആണ്. അടുത്ത് എന്താ? പി എ ഈക്വൽ ടു പി എ. പി എ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിനും കോമൺ സൈഡാണ്. അതുകൊണ്ട് അത് ഈക്വൽ ആണ്. അടുത്തെന്താ? പി ബി ഈക്വൽ ടു പി സി എന്ന് പറയാം. ഇക്വിഡിസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാം. റൈറ്റ് ആംഗിളും ഹൈപ്പോട്ടന്യൂസും ഒരു സൈഡും. അപ്പം ട്രയാങ്കിൾ പി എ ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ പി എ സി. സി ആണ് ഏത് റൂളാ? റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടന്യൂസ് സൈഡ് റൂൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ പി എ ബി ഈക്വൽ ടു ആംഗിൾ പി എ സി എന്ന് പറയാം. സി പി സി ടി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. സി പി സി ടി വെച്ചിട്ട് അത് രണ്ടും ഈക്വലാണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാം? ആംഗിൾ അല്ല പി എ ബൈസെക്സ് ആംഗിൾ എ. പി എ ബൈസെക്സ് ആംഗിൾ എ എന്നല്ലെങ്കിൽ നമുക്ക് ബി എ സി എന്ന് പറയാം. പി എ ബൈസെക്സ് ആംഗിൾ ബി എ സി എന്ന് പറയാം.